കാലങ്ങൾക്ക് ശേഷം ഇന്ത്യ ധീരതയുടെ സിന്ദൂരം അണിഞ്ഞു. സിന്ദൂരം മായ്ച്ചതിന് പ്രതികാരം ചോദിക്കാൻ ഇന്ത്യ ഇറങ്ങിയപ്പോൾ പാകിസ്ഥാന് കുടപിടിക്കുന്ന ചൈന പോലും വിറച്ചുപോയി. ഓപ്പറേഷൻ സിന്ദൂരിനെ അഭിമാനമായി കാണുന്നവരും ഒപ്പം വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരുമുണ്ട്. അതിനുമപ്പുറം ഇതിനെ വെറും കച്ചവടമാക്കി മാറ്റാൻ താല്പര്യമുള്ളവരുമുണ്ട്. പണവും പ്രസക്തിയും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ഉപയോഗിക്കുന്നവർ. പക്ഷെ അങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ ഈ ഭരണകൂടവും നിയമവും അനുവദിക്കില്ല. പോരാട്ടത്തിന്റെ പേര് കച്ചവടത്തിനായി ഉപയോഗിക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയുടെ പേര് ഒരു സ്വകാര്യ വ്യക്തി ട്രേഡ് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിഷയമാണ് ഇപ്പോൾ നിയമത്തിന്റെ മുന്നിലിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലും പുറത്തുമുള്ള ഭീകരവാദത്തിനെതിരായ പോരാട്ടങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ഒരു സ്വകാര്യ വ്യക്തി സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദേവ് ആശിഷ് ദുബെ എന്ന വ്യക്തിയാണ് ഈ നീക്കത്തിനെതിരെ ഹർജി നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങളുടെ പേര് വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ഹർജിയിൽ പറയുന്നു. ട്രേഡ് മാർക്ക് ആക്ടിലെ സെക്ഷൻ 41 പ്രകാരം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ 4 അപേക്ഷകൾ TM1 ഫോം ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ഹർജി ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഭാഗത്തിൽ വിദ്യാഭ്യാസം, വിനോദം, സാംസ്കാരിക സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഹർജിക്കാരൻ കോടതിയിൽ വാദിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സൈനിക ഓപ്പറേഷന്റെ പേര് സ്വകാര്യവൽക്കരിക്കപ്പെടുന്നത് ആ ഓപ്പറേഷന്റെ ആത്മാവിനെയും അതിൽ പങ്കെടുത്ത സൈനികരുടെയും ത്യാഗത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇത് വെറും ഒരു പേരല്ല, മറിച്ച് രാജ്യസ്നേഹത്തിന്റെയും ബലിദാനത്തിന്റെയും അടയാളമാണ്. ഈ കേസ് പുതിയ രീതിയിലേക്കുള്ള ദേശഭക്തിയുടെ കച്ചവടവൽക്കരണം തടയുന്നതിനുള്ള ഒരു ശ്രമമായി വിലയിരുത്തപ്പെടുന്നു. ഇതിനു മുമ്പും സമാനമായ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഹർജിയിൽ സൂചിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം പ്രതിരോധം, ഭരണകൂടം, ചരിത്രം എന്നിവയുമായി ബന്ധപ്പെട്ട വാക്കുകൾക്ക് എങ്ങനെ ഭൗതിക സ്വത്തവകാശം നൽകണം എന്നതിനെ കുറിച്ച് ഒരു മാർഗനിർദ്ദേശം നൽകിയേക്കാം. ഈ വിഷയത്തിൽ കോടതി ഉടൻ തന്നെ തീരുമാനമെടുത്തേക്കും. അതുവരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ വിലയിരുത്തലിന് വിധേയമായി തുടരും. അങ്ങനെ പോരാട്ടത്തിന്റെ പേരിൽ മറ്റൊരു നിയമ പോരാട്ടം കൂടി തുടങ്ങിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.